ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു മിനി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചീര എല്ലാവർക്കും അറിയാമല്ലോ, കണ്ടിട്ടില്ലേ എല്ലാവരും? ഇപ്പോൾ എല്ലായിടവും സുലഭമായിട്ടുണ്ട്. സാമ്പാർ ചീരയാണ്, പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാനിത് തക്കാളിയും പച്ചമുളകും ഒരു സവാളയും കൂടെ ചേർത്ത് പരിപ്പും ചേർത്ത് കറി വെക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പ് വെക്കാവേ. കുക്കറിലൊരു 2 വിസിൽ വരട്ടെ, ചീര വേകണമല്ലോ. അപ്പോൾ നമ്മുടെ കുക്കർ റെഡിയായി, വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം, ജീരകവും വെളുത്തുള്ളിയും ചേർത്ത്. ഹായ്, ഇതുണ്ട് നമ്മുടെ ചീരയും പരിപ്പും നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നല്ല കുഴമ്പ് പരുവത്തിൽ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണ്. നന്നായിട്ട് അരച്ചെടുക്കണേ, എണ്ണ പോലെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചേർത്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കറി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഇച്ചിരി അച്ചിങ്ങപ്പയർ തോരൻ വയ്ക്കാവേ. അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കടുകിട്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് സവാള അരിഞ്ഞിട്ട് കൊടുത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, സവാളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നാക്കി ഇളക്കി കൊടുത്ത് അച്ചിങ്ങപ്പയർ ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞ് വെച്ചതായിരുന്നു. അതിനകത്ത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ തിരുമിയതും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി തേങ്ങ വേണ്ട കേട്ടോ, കുറച്ച് തേങ്ങ ഇടുന്നു. നല്ലോണം ഒന്ന് നീ കൂട്ടുകാരെ, ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, റേഷനരി, ചെറുപയറും ഉലുവയും ഇട്ട് കഞ്ഞി വെക്കാൻ പോവാണ്. രാവിലെ ഇച്ചിരി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നല്ലോണം കരിഞ്ഞെടുക്കാം. ചുമന്ന അരിയാണ്, ചെറുപയറും. നല്ല ടേസ്റ്റല്ലേ ആ കഞ്ഞിക്ക്. ഇച്ചിരി ഉപ്പ് ചേർക്കാം നമുക്ക്. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെക്കാവേ. കൂട്ടുകാരെ, നമ്മുടെ കുക്കർ അടിച്ചിട്ടുണ്ട്. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നെടുക്കാം. നല്ല കഞ്ഞിയാണ്, നല്ല ടേസ്റ്റാണ്. പയറും ഉലുവയൊക്കെ ഇട്ടിട്ട് കഞ്ഞി വെക്കുന്നത്. ഇപ്പോൾ മഴക്കാലമല്ലേ, ഇതൊക്കെ കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ്, ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് വരാവേ. നല്ല മാങ്ങാച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, നമ്മുടെ അച്ചിങ്ങപ്പയർ തോരനുണ്ട്. നല്ല ചൂടോടെ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് പെട്ടെന്ന് വരാം ഫ്രണ്ട്സ്. എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉണക്കമീൻ വറുത്തെടുക്കാവേ. ഞാനിവിടെ ഉണങ്ങിയ മീനാണ്, ചൂടമീൻ. നല്ല ടേസ്റ്റുള്ള മീനല്ലേ ഇതും. നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വേറെ കറികളൊന്നുമില്ല. മീനൊന്നും ഇപ്പം നമുക്കങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പോൾ ഈ ഉണങ്ങി വെച്ച മീൻ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മീനെടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഇതവിടെ നിന്ന് മൂത്ത് വരട്ടെ കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, ഇന്നത്തെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെളിയിലുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തുണിയൊക്കെ കഴുകി വിരിച്ചിട്ട് കുറേ ജോലികളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളൊരു സാരി ബോക്സ് ചെയ്യാനുണ്ടായിരുന്നത്. നേരത്തെ ചെയ്ത് വെച്ചതായിരുന്നത് അങ്ങ് ഇതായിപ്പോയി. ഒന്നുകൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ച ചീരക്കറി, ഉണക്കമീൻ, മാങ്ങാച്ചാറ്, അച്ചിങ്ങത്തോരന്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഗൈസ്, എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നേ, റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നു. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ നിങ്ങളോട്. ഞാനൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടൊക്കെ പറയുമായിരുന്നു എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വെറുതെ ഇരുന്ന് ബോറടിക്കുന്നെന്ന്, ഒറ്റയ്ക്കിരുന്ന് മടുക്കുവാണെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ബോറടിയില്ല. എനിക്ക് ജോലിയും അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്, സമയമില്ല. ഓൺലൈൻ ക്ലാസ്സൊക്കെ എല്ലാ ദിവസവും ഉണ്ട്.
ഉണ്ടോ ഞാൻ ഏത് കോഴ്സിനാണ് ചേർന്നതെന്ന് മനസ്സിലായത് കണ്ടോ. അപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സിന് ചേർന്നതാണ് കൂട്ടുകാരെ. 1 മന്തിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 3 മന്തിൻ്റെ എക്സാം ഇന്നലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സാരി ബുക്സിൻ്റെ ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സാം കഴിഞ്ഞ് 2 സർട്ടിഫിക്കറ്റോട് എനിക്ക്. അപ്പോൾ ഇത് കണ്ടോ കൂട്ടുകാരെ നിങ്ങൾ, എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. കണ്ടോ എൻ്റെ 1 മന്ത് ബ്യൂട്ടീഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ എനിക്ക് A ഗ്രേഡ് ഉണ്ട് 1 മന്തിന്. 3 മന്തിൻ്റെ എനിക്ക് കിട്ടാത്തതേ ഉള്ളൂ, ഇന്നലെ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കിട്ടുമ്പോൾ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്നാൽ കൂട്ടുകാരെ ഞാനിനി എൻ്റെ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.